നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശമാർക്ക് ആശ്വാസം. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരവേ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിനായുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ. ഓണറേറിയം നൽകുന്നതിനായി നിശ്ചയിച്ചിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പ്രതിമാസ ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ ഉപാധികൾ പിൻവലിക്കുക തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. വണ്ടിപ്പെരിയാറിൽ നിന്ന് പിടികൂടിയ കടുവ ചത്തു. ചാടിയെടുത്ത കടുവയെ സ്വരക്ഷയ്ക്കായി വെടിവെച്ച ദൗത്യസംഘം. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പയിൽ നിന്ന് പിടികൂടിയ കടുവ ചത്തു. സ്വയരക്ഷയ്ക്കായി വനംവകുപ്പ് സംഘം 3 തവണ വെടിയുതിർത്തിരുന്നു. മയക്കുവെടി വെച്ച കടുവയ്ക്കടുത്തേക്ക് എത്തിയ വനംവകുപ്പ് സംഘത്തിന് നേരെ കടുവ ചാടിയെടുക്കുകയായിരുന്നു. പിന്നാലെ സ്വയരക്ഷയ്ക്ക് വനംവകുപ്പ് സംഘം 3 തവണ വെടിയുതിർക്കുകയും ചെയ്തു. ആദ്യത്തെ തവണ മയക്കുവെടി വെച്ചതിന് ശേഷം കടുവ മയങ്ങാനായി കാത്തിരുന്നു. ശേഷം രണ്ടാമതും മയക്കുവെടി വെച്ചു. ഈ സമയത്താണ് കടുവ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിയുതിർക്കാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. യാത്രക്കാരുമായി പോയ KSRTC ബസ് മുക്കത്ത് മറിഞ്ഞു. 15 പേർക്ക് പരിക്ക്. കോഴിക്കോട് നിന്ന് കുമ്പാറയ്ക്ക് പോവുകയായിരുന്ന KSRTC ബസ് മറിഞ്ഞ അപകടം. മുക്കത്താണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 20ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 15 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മുക്കം KMCT മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബസ് അമിത വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. കൂടൽമാണിക്യ ക്ഷേത്ര വിവാദം. ജാതി വിവേചനം നേരിട്ട ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി VA ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ല. 15 ദിവസത്തേക്ക് അവധി നീട്ടിച്ചോദിച്ച് ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നാണ് കത്തിൽ പറയുന്നത്. മന്ത്രി ആവശ്യങ്ങൾ അംഗീകരിച്ചു. സിനിമാ പണിമുടക്ക് ഉപേക്ഷിക്കാൻ തീരുമാനം. ഫിലിം ചേംബർ പ്രഖ്യാപിച്ച സൂചനാ പണിമുടക്ക് ഉപേക്ഷിച്ചു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും സിനിമാ സംഘടനകൾ നടത്തിയ ചർച്ചയിലാണ് സമരം ഒഴിവാക്കാൻ ധാരണയായത്. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഉറപ്പിലാണ് തീരുമാനം. വിനോദ നികുതിയും GSTയും ഒരുമിച്ച് കേരളത്തിൽ ഈടാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് നിർമ്മാതാക്കളുടെ ഒരു ആവശ്യം. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഇത്തരത്തിൽ ഇരട്ട നികുതിയെന്ന് നിർമ്മാതാക്കൾ മന്ത്രിയെ അറിയിച്ചു. ഇതിൽ ധനം വകുപ്പുമായി സംസാരിക്കണമെന്ന് മന്ത്രി ഭാരവാഹികളോട് പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീട്ടിൽ മോഷണം. അന്വേഷണം ആരംഭിച്ച പോലീസ്. പെരുമ്പാവൂരിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീട്ടിൽ മോഷണം. വീട്ടിൽ നിന്നും 11.5 പവൻ സ്വർണം നഷ്ടമായെന്നാണ് പരാതി. എറണാകുളം പോക്സോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിന്ദുവിന്റെ പെരുമ്പാവൂർ മരുതുകവലയിലെ വീട്ടിലാണ് മോഷണം. കഴിഞ്ഞ ആഴ്ച വരെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീക്കെതിരെയാണ് പരാതി. അലമാരയിൽ വെച്ചിരുന്ന വജ്രം പതിപ്പിച്ച 2 പവന്റെ സ്വർണമാലയും വളകളും പാദസരവും നഷ്ടമായി. സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. SAT ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു. നഴ്സിംഗ് അസിസ്റ്റന്റിന് കണ്ണിന് പരിക്ക്. നഴ്സിംഗ് അസിസ്റ്റന്റ് ഷൈലയ്ക്കാണ് പരിക്കേറ്റത്. അത്യാഹിത വിഭാഗത്തിലുള്ള ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ഷൈലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് സൂചന. എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് വ്യക്തമല്ല. പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. വയനാട് സുൽത്താൻ ബത്തേരിയിലെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം താൽക്കാലിക ഹിസ്റ്ററി അധ്യാപകൻ ജയേഷിനെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിന് ഇരയായ വിദ്യാർത്ഥി കൗൺസിലർക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. എറണാകുളം പെരുമ്പാവൂർ ചൂണ്ടക്കുഴി സ്വദേശിയാണ് പിടിയിലായ ജയേഷ്. ഇയാൾക്കെതിരെ നേരത്തെയും പോക്സോ പരാതികൾ ഉയർന്നിരുന്നു. സ്കൂളിലെ കുട്ടിയെ അധ്യാപകനൊപ്പം പലയിടത്തായി കണ്ട നാട്ടുകാരാണ് വിഷയത്തിൽ പരാതി നൽകിയത്. ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയനാക്കി. പീഡിപ്പിക്കപ്പെട്ട കാര്യം കുട്ടി വെളിപ്പെടുത്തിയതോടെയാണ് കേസെടുത്തത്. മലപ്പുറത്ത് ശക്തമായ മഴ. സ്കൂളിന്റെ മേൽക്കൂരയിലെ സീലിംഗ് തകർന്നു വീണു. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം LP സ്കൂളിന്റെ മേൽക്കൂരയുടെ സീലിംഗ് ആണ് തകർന്നു വീണത്. 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് നടക്കുമ്പോഴാണ് സംഭവം. ശക്തമായ കാറ്റടിച്ചതോടെ കുട്ടികളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതോടെ വൻ അപകടമാണ് ഒഴിവായത്. 250ഓളം കുട്ടികളാണ് ഹാളിലുണ്ടായിരുന്നത്. കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയകോവിലിൽ യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയകോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ആണ് കൊല്ലപ്പെട്ടത്. കൊല്ലം ഫാത്തിമ മാത കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. കാറിലെത്തിയ സംഘമാണ് ഫെബിനെ ആക്രമിച്ചതെന്നാണ് വിവരം. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. മകനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഫെബിന്റെ അച്ഛനും കുത്തേറ്റു.
ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെബിന്റെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി.